അല്ല, അതിൽ CPI CPM തമ്മിൽ ഈ വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നുള്ളത് വസ്തുതയാണ്. എങ്ങനെയാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപമെടുത്തത്, കടുത്ത പ്രതിസന്ധികളിലും ധാരാളം ആശയ സംവാദങ്ങളിലും അജിറ്റേഷനിലുമൊക്കെ ഇടപെട്ടുകൊണ്ടാണ് ദേശീയ തലത്തിലും കേരളത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപം കൊണ്ടതും അതിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. ഇതിനിടയിൽ രണ്ട് പാർട്ടി എന്നുള്ള തരത്തിൽ CPIയും CPMും ഒരു കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് പ്രവർത്തിച്ചിരുന്നതാണ്. രണ്ടാകാൻ അതിൻ്റേതായ ദീർഘകാലത്തെ രാഷ്ട്രീയ ആശയ സമരങ്ങൾ അതിലുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അത് രണ്ട് പാർട്ടിയായിട്ട് പ്രവർത്തിക്കുകയാണ്. രണ്ട് പാർട്ടിയായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ രണ്ട് അഭിപ്രായമുണ്ടെന്ന് തന്നെയാണ്, അല്ലാതെ വെറുതെ രണ്ടായി നിൽക്കുകയല്ല. അപ്പോൾ ഒരു മുന്നണി സംവിധാനത്തിൽ യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ചും വിയോജിക്കാവുന്ന മേഖലകളിൽ വിയോജിച്ചുമാണ് പ്രവർത്തിക്കുന്നത്. അതാണൊരു മുന്നണി സംവിധാനത്തിൻ്റെ പ്രത്യേകത. സ്വാഭാവികമായും CPIക്കും CPIMനും ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങളും പ്രതിപക്ഷ രാഷ്ട്രീയ സംവിധാനങ്ങളും CPIയെ മുന്നണിയിൽ നിന്ന് അടർത്തി മാറ്റാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി CPIക്ക് അപമാനം നേരിട്ടു, CPI എന്തിനിങ്ങനെ വിഷമിച്ച് കഴിയുന്നു എന്നൊക്കെ ചോദ്യം ഉയർത്തി അത്തരം ചോദ്യങ്ങൾക്ക് മുമ്പിൽ വിരളാനോ അത്തരം ചോദ്യങ്ങൾക്ക് മുമ്പിൽ തളരാനോ ഉള്ള രാഷ്ട്രീയ സംവിധാനമല്ല CPIക്കുള്ളത്. ഈ ഇളക്കലിനൊക്കെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും CPIയുടെ സംസ്ഥാന നേതൃത്വവും ഒരുമിച്ച് ചർച്ച ചെയ്താൽ ഒന്നാമത്തെ റൗണ്ടിൽ പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ റൗണ്ടിൽ പരിഹരിക്കും. കാരണം അവർക്ക് രണ്ടുപേർക്ക് മുമ്പിലുള്ള വിഷയം ഇതൊന്നുമല്ല. അവരുടെ മുമ്പിലുള്ള വിഷയം ഇന്ത്യ രാജ്യത്തെ ഏക ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് കേരളത്തിലേത്. ഞാൻ ചോദിക്കുന്നത്, രണ്ട് പാർട്ടികൾക്ക് ഒരേ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അതിലൊരു കൺസെൻസസ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ചർച്ച എന്ന പ്രശ്നമല്ലല്ലോ ഇവിടെ ഉള്ളത്. മറിച്ച് രണ്ട് അഭിപ്രായം നിലനിൽക്കെ ആ മറ്റേ അഭിപ്രായമുള്ളവരെ അവഗണിച്ചുകൊണ്ടും അവരറിയാതെയും ഒരു ക്യാബിനറ്റിന്റെ കൂട്ടുത്തരവാദിത്വം എന്ന അടിസ്ഥാന ആശയത്തെ മറികടന്നുകൊണ്ടും തന്ത്രത്തിൽ തട്ടിപ്പിൽ പണിയൊപ്പിച്ചു എന്ന വഞ്ചിക്കപ്പെട്ടു എന്ന വികാരമാണ് അവരെ ഇപ്പോൾ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ബിനോയ് വിശ്വം പറയുന്നത് ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു നിലയ്ക്കും രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേരാത്ത ഒന്ന്, ഭരണധാർമ്മികതയ്ക്ക് ചേരാത്ത ഒരു പണിയെടുത്തതിൻ്റെ മുറിവല്ലേ ഈ നിന്ന് ഇപ്പോൾ ചോര ഒലിക്കുന്നത്? ശ്രീ നിഷാദെ, അങ്ങ് ഈ കടുത്ത വാക്കുകൾ ഉപയോഗിക്കേണ്ട. തട്ടിപ്പും വഞ്ചനയും എന്നൊക്കെ പറയുന്നത് ഇതിന് പറ്റിയ വാക്കുകളല്ല. ഇതൊരു രാഷ്ട്രീയ സംഭവമാണ്, ഇതൊരു പോളിസി മാറ്ററാണ്. ഇതിനൊക്കെ തട്ടിപ്പ് വഞ്ചന എന്നൊക്കെ നമ്മൾ സാധാരണ കൊള്ളയ്ക്കും അഴിമതിക്കും ഒക്കെ എടുത്ത് ഉപയോഗിക്കുന്ന വാക്കുകളെ എടുത്ത് രണ്ട് ഉയർന്ന രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഇടയിലുള്ള രാഷ്ട്രീയ പ്രശ്നത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം. കേവലം രാഷ്ട്രീയ പ്രശ്നമല്ല, രാഷ്ട്രീയമായ തർക്ക വിതർക്കങ്ങളുടെ പ്രശ്നമാണോ സി ഗോപൻ? അതായത് കൂട്ടുത്തരവാദിത്തം, പരസ്പര വിശ്വാസം, അത് പ്രധാനമാണ് ഒരു മുന്നണിയിൽ, അത് പ്രധാനമാണ് ഒരു ക്യാബിനറ്റിൽ. ഇത് ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷവും പുറത്തിങ്ങനെയൊക്കെ കേൾക്കുന്നല്ലോ. PM ശ്രീയിൽ ഞങ്ങൾക്ക് ചില കൺസേൺ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പോലും പറഞ്ഞില്ല. അപ്പോൾ ആ നിലയ്ക്കുള്ള വിശ്വാസവഞ്ചന എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലായിടത്തും വിശ്വാസവഞ്ചനയ്ക്ക് ഒരർത്ഥമേ ഉള്ളൂ, അത് വഞ്ചനയാണ്, അത് തട്ടിപ്പാണ്. രാഷ്ട്രീയത്തിൻ്റെ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യമൊക്കെ മാറ്റിവെക്കാം. അപ്പം നമ്മൾ ഒരുമിച്ചൊരു സ്ഥലത്തിരിക്കുന്നു, നമുക്ക് രണ്ട് അഭിപ്രായമുണ്ട്, പക്ഷേ തീരുമാനം എടുക്കുമ്പോൾ എന്നെയും കൂടി അറിയിച്ച് പോവുക എന്നുള്ള ഒരു നയമുണ്ടല്ലോ, അതെടുത്തില്ല. CPIക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പും കൊണ്ട് അവരവിടെ ഇരിക്കട്ടെ, ഞങ്ങൾ ഒപ്പിടും എന്ന ഒരു നിലയെടുക്കുകയാണ്. അത് മാധ്യമങ്ങൾ വഴി അറിഞ്ഞതിന് ശേഷവും ആ പാവങ്ങൾ പറയുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന്. മറുപടി പറയുന്നില്ല, അത് നിങ്ങൾ അർഹിക്കുന്നില്ല എന്ന മട്ടിൽ. ആ വേദന ഉണ്ടല്ലോ, ആ മുറിവ്, അതാണ് നിങ്ങൾ വിശദീകരിക്കേണ്ട പോയിന്റ്. മറ്റേത് PM ശ്രീ നടപ്പിലാക്കുമോ അല്ലെങ്കിൽ NEP വരുമോ വേറെ കാര്യമാണ്. ഇത് നിങ്ങൾ പരസ്പര വിശ്വാസം എന്ന ആശയത്തെ വഞ്ചിച്ചു. അതിനാണ് നിങ്ങൾ, അതിന് നടുവിലാണ് നിങ്ങൾ കുത്തിയത്. നിങ്ങൾ കാണേണ്ടുന്നൊരു കാര്യം, CPIയും CPMും എന്തെല്ലാം ഇക്കാര്യത്തിൽ ചർച്ച നടത്തി, മന്ത്രിസഭയിൽ എന്തെല്ലാം ചർച്ച നടത്തി, ഉദ്യോഗസ്ഥ തലത്തിൽ എന്തെല്ലാം ചർച്ച നടത്തി. ഇങ്ങനൊരു പരസ്യമായ ചർച്ചയ്ക്ക് തയ്യാറല്ല CPIയും തയ്യാറല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇതിനൊക്കെ നടക്കേണ്ടുന്ന ചർച്ചകൾ എവിടം വരെ ആകാം, ആരൊക്കെ അറിയണം, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ മന്ത്രിസഭയിലുള്ള മന്ത്രിമാർക്കെല്ലാം പ്രത്യേകം ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടുന്ന ഒരുപാട് സംഭവങ്ങൾ
ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് മന്ത്രിസഭാ യോഗത്തിൽ വരുന്നത്, ഏതൊക്കെയാണ് മുന്നണിയുടെ ധാരണയായി മാറേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അവർക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. ആരും അതിനെ തള്ളിക്കളയുന്നില്ല. അത് വന്നതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയും CPIയുടെ സെക്രട്ടറിയും തമ്മിലൊരു ചർച്ചയിലേക്ക് അടിയന്തരമായി വരേണ്ട സാഹചര്യം ഉണ്ടായത്. ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ് ആ ചർച്ചയിലൂടെ അവരാ പ്രശ്നം പരിഹരിക്കും. അങ്ങനെ പരിഹരിക്കുമ്പോഴും ഈ PMCയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രതിപക്ഷവും മറ്റുള്ളവരും എടുക്കുന്ന ഇരട്ടത്താപ്പ് നയം കേരളത്തിൽ ഞങ്ങൾ ചർച്ചയാക്കുകയും ചെയ്യും. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഞങ്ങൾ എടുത്തിരിക്കുന്ന നിലപാടിനും ഇതെങ്ങനെയാണ് തടസ്സമായി വരുന്നത് എന്നുള്ളത് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കും. അത് വേറെ കാര്യം. മാധ്യമങ്ങൾ പ്രതിപക്ഷം വേറെ കാര്യമാണ്. ഇത് പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നത് CPI എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും അടുത്ത ഘടകകക്ഷിയാണ്. ആ മുന്നണിയിലെ ഏറ്റവും വലിയ ഘടകകക്ഷിയാണ് ആ പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് അല്ല, അല്ലെങ്കിൽ UDF അല്ല, മാധ്യമങ്ങളും അല്ല. ഞാൻ ചോദിക്കുന്നത്, ഈ പ്രശ്നത്തിൻ്റെ ആധാരശില നിങ്ങളുടെ വഞ്ചനയാണോ? നിങ്ങളാണോ ഈ പ്രശ്നം ഉണ്ടാക്കിയത്? അതാണ് ക്വസ്റ്റ്യൻ. കാരണം എന്താ, ഇപ്പം 4 CPI മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു. ശരിയായ നടപടിയായില്ല നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്, ഇത് വഞ്ചനാപരമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്ത് കൊടുത്തിരിക്കുന്നു. ഏതാണ് അസാധാരണമായ ഒരു വാർത്താ സമ്മേളനം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം. ഇതെന്ത് സർക്കാരാണ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചു അദ്ദേഹം. കാരണം ഞങ്ങളെ വിശ്വാസത്തിലെടുത്തില്ല എന്ന്. ഇന്ന് അദ്ദേഹം പറയുന്നു ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ല എന്ന്. അവർ ക്യാബിനറ്റിൽ നിന്ന് വിട്ടു നിൽക്കുന്നു പോലും കേൾക്കുന്നു, അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ CPI അവർക്ക് കിട്ടിയ അപമാനത്തിൻ്റെ ഭാരം എത്രയാണ് എന്ന് മടിയില്ലാതെ കേരളത്തോട് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എടുത്ത ഒരു സമീപനമാണോ ഈ തർക്കത്തിന് ആധാരം? ഒരു മുന്നണി മര്യാദയുടെ എല്ലാ അതിർവരമ്പുകളും പാലിച്ച് ഒറ്റയ്ക്കങ്ങ് പൊയ്ക്കളയാം എന്ന നിങ്ങളുടെ ഒരു ഏകാധിപത്യ ബോധ്യമാണോ ഈ തർക്കത്തിന് ആധാരം? അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് പശ്ചാത്താപമുണ്ടോ? നിങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചു ഇപ്പോഴും നടക്കാത്തതിന് കാരണം നിങ്ങൾ ഓവറായി പോയതുകൊണ്ടാണോ ചോദിക്കുക ഞാൻ.